സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാം എന്നുള്ള പാട്ട് നമുക്കൊരു വെച്ച് പാടാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. മാതിൽ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും പാപലോക പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ പോയിടും നോർ ഭാഗ്യമുള്ള മന്നിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മന്നിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായ ലോകസംബന്ധ ഭാവേനം വിട്ടുപോയ ലോകസംബന്ധ ഭാവേനം വിട്ടുപോയ മോക്ഷേ കൈകേള തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞാരെങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു. രണ്ടിനാൽ ഞാരെങ്ങി വാഞ്ചിച്ചിടുന്നു. ആത്മാ വീണ്ടെടുപ്പാ പുത്രസന്തോഷത്തിലെത്തുവാനാത്മാ വീണ്ടെടുപ്പാ പുത്രസന്തോഷത്തിൽ ത്തിലെപ്പോഴെത്തും ഞാനെന്റെ മംഗലാമോ ശബോരത്തിലെപ്പോഴെത്തും ഞാൻ പ്രാവീണേ
പോൽ രണ്ടു ചേര ഉണ്ടെന്നാകിൽ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേര ഉണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും വാരം നെഞ്ചേമാണ വാളൻ സന്നിധോ ശീഘ്രം എത്തും വാരം നെഞ്ചേമാണ വാളൻ സന്നിധോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കുവാർണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കുവാർണിക്കാം ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും. ഇവിടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു. ശോഭയേറും നടന്നുണ്ടത് എന്നുള്ള പാട്ടുപാടി ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുന്ന അത്ര. ശോഭയേറും ശോഭയേറും ഉണ്ടാതെ കാണാമേ ദൂരവേ ശ്വാസത്താൽ താതൻ വാസം നാമോ കോരുക്കി നിൽക്കുന്നു നക്കേരെ സാച്ചതോ വേഗന ചേർന്നിടും ഭംഗിയേറിയ തീരത്തെ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തെ നാമശോഭനാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം കേരന്തോദനമില്ലല്ലോ നിത്യസൗഭാഗ്യമാ മക്കൾക്ക് വേഗം നേടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ സ്നേഹമാം സ്വർഗതാതനോടെ സ്നേഹദാനത്തിനു നൽകുന്ന വീഴ്ചയെ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിൽക്കണമേ. ഞങ്ങൾക്കാരോടും ചിന്തിരിക്കുന്ന പോലെ ഞങ്ങൾ ദോഷങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കാതെ രാജ്യവും ശക്തിയും മഹത്വവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജ്ഞാനികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നവൻ പോലെ മാഞ്ഞു പോകുന്നവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീക്കളഞ്ഞു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? കാണാതെയിരിക്കുകയും വളർന്നുകൾ നിന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്ത മനുഷ്യനാരുള്ളൂ. നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കുകയും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്തു. അവനെ നീ അറിഞ്ഞ മനുഷ്യനും വിചാരിച്ച മനുഷ്യനും എന്തല്ലോ? മനുഷ്യൻ പോയിക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നെൽ പോലെ കടന്നു പോകുന്നു. പാവങ്ങൾക്ക് ഓണം ചെയ്തിട്ടില്ല, ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. പോലെ അവന് മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കൃപയോ അതിൽമേക്കും ഉണ്ടാവും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരായാരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. നമോ ഇതു മുതൽ കർത്താവിനെ വാഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മൺമയനായ ആദാമിൻ മക്കൾക്കു
തൻ കൃപയാലേ ചെയ്തവനാമസിഹാ നാഥ. ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കത്തതുപോൽ പകരം നൽകോ മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. നിൻ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ഭരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി യോജിക്കുമ്പോൾ നാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. രഹസ്യമായുള്ള സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാം കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, തിരുസന്നിധിയിലുള്ള കുറ്റമറ്റകളിലേക്കും നിന്റെ രാജ്യത്തെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ ദുർഭാവിക്കരുകത്തേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മ സകലത്തെ നിർമ്മിച്ച് വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമാണെതിരിക്കുന്ന സ്വയാധികാരവും സ്വാതന്ത്ര്യം നീ അവന് കൊടുത്തു. വഞ്ചനായൻ മൂലം കൽപ്പനപ്പെട്ടു. അവനുണ്ടായ പ്രകാരമണിലേക്ക് തിരിച്ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമോഹിതനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് തന്റെ മഹത്വമുള്ള വർണ്ണം കൊണ്ടവനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്ന് ഐശ്വര്യം നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്ത് ബുദ്ധിയോട് ത്വാനിച്ച വേലക്കാർക്ക് രാജാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലത്തിന്റെ കാലത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്തുകൊള്ളപ്പെടുകയും
കർത്താവേ, നീ നീതിയുള്ളവൻ, നിന്റെ വിധികൾ എത്ര സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസായേറ്റവനും ദൈവികമായ ശുശ്രൂഷ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരമൃത സഹിച്ചവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവെടിപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത യജ്ഞജാല വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം ദോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ ചേരുകയും നിന്റെ സേവയുടെ ബന്ധം എണ്ണപ്പെടുകയും പരമാഭാഗ്യത്തിന് അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മുഖത്വരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കന്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ച് വിശ്വാസിച്ചിരിക്കുന്ന പ്രവരെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലെല്ലാവരെയും നിന്റെ കണ്ണിന്റെ വ്യക്തത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിനെയും ഇവിടെ ഹൃദയങ്ങളിൽ നിന്നും അതിവേദനകളെ നീക്കിക്കളഞ്ഞ് ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസ്ഥയിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് വേറെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ അവരെ ഈ ലോകത്തിലെ പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നതിനുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സംസാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായതിനെ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യന്റെ ഞങ്ങളെല്ലാവരെയും ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിനേകപുത്രനും പരിശുദ്ധരുവായിരിക്കും സ്തുതി സ്തോത്രങ്ങളേറ്റും ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെയും ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീർത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടർന്ന് ഞങ്ങൾ കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യത ആഗ്രഹിച്ചുമാറാകണമേ. ഹോശോ വബുകുല സുബാൽ നവൽമേൻ. എന്റെ സഹോദരങ്ങൾ നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുടിയിൽ മൗനമുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യ ശ്രേഷ്ഠാധികാരമായി സകലം കഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞുപോകുന്ന പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോൽ നീതിയായി ഫലമേകും മാരിച്ചവരിടയിൽ നീതാഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ ഉയർപ്പിപ്പാനെത്തുമ്പോൾ അടിയാനെയും ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തെങ്കിൽ
നീതിമാന്മാരുടെയും വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളനിലയെങ്കിൽ ധരിപ്പിക്കുന്നതിനായുള്ളവേ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്നു അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്കും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ഭേദഭാവം വായിക്കുന്ന അത്ര 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് പ്രാർത്ഥിക്കാൻ മുൻപ് ചാക്കോ തോമസ് അച്ഛനെയാണ് പ്രാർത്ഥിക്കുന്നത്. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വേദനയും വേർപാടും ഞങ്ങളുടെ ജീവിതത്തില് അവസരങ്ങൾ വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ മധ്യേ വസിച്ച് ഞങ്ങളുടെ ആകുലതകളും എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന കർത്താവ് ജീവിക്കുന്ന വാർത്ത നന്ദിയോടെ ഇതിനെ വാഴ്ത്തുന്നു. ഈ പ്രിയപ്പെട്ട ജോണിച്ചാന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം. 72 സംവത്സരക്കാലം ഈ ഭൂമിയിൽ പാർക്കുകയും കുടുംബജീവിതം സന്തോഷകരമായ എല്ലാ അനുഭവങ്ങളും കൊടുത്തതിനാൽ നന്ദിയോടെ എന്നെ വാഴ്ത്തുന്നു. എന്റെ മണ്ണിടവയ്ക്ക് പല രംഗങ്ങളിൽ പല സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാവകാശവും അവസരവും ഒക്കെ കൊടുത്തു വാർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കലാകാലങ്ങളിൽ കടന്നുവരുന്ന അച്ഛന്മാരെയൊക്കെയും സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തൊരു കുടുംബമായിരുന്നല്ലോ. ദൈവമായ കർത്താവേ, ആ നല്ല മാതൃകാ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദാസൻ ഇന്നും സഭ അനുശോചനം രേഖപ്പെടുത്തിയപ്പോഴും തിരുസഭയുടെ അംഗമായി പന്തളത്തിന്റെ അംഗമായി പ്രവർത്തിക്കുമ്പോൾ നിത്യത്തിലേക്ക് കർത്താവ് എടുക്കപ്പെട്ടല്ലോ. തന്റെ മകൻ കൂടി ലഭിച്ച എല്ലാ സ്നേഹത്തിനായി കരുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ 5ാം പ്രാർത്ഥന ഗ്രൂപ്പിനായിട്ടും ഇവിടെ നടത്തിയ എല്ലാ കൂട്ടായ്മ കൊടുത്ത നേതൃത്വത്തിനായി ഇടവമിഷൻ കൂട്ടായ്മയ്ക്കായി ഏതെല്ലാം കാര്യങ്ങളുടെ ഇടപെടൽ വളർച്ചയിൽ സഹായകരമായ രീതിയിൽ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും എല്ലാവിധമായ ഉപദേശം കൊണ്ടും അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ എന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട അമ്മോളിമാമി ഓർത്തെ പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾക്ക് താങ്ങുവാനും വഹിക്കുവാനുള്ള കൃപ നീ കൊടുത്താട്ട്. താങ്കൊണ്ടുവായി എന്റെ മകൻ ദാസൻ കടന്നുപോയാലും ദൈവം കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം നിന്റെ മകളെ ധൈര്യപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. 2 ആൺമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത നല്ല ജീവിതത്തിനായിട്ട് സ്തോത്രം, നല്ല ശിക്ഷണത്തിനായിട്ട് സ്തുതിക്കുന്നു. ഒരു കുടുംബ ജീവിതത്തിനായിട്ടും മക്കൾക്കായിട്ടും നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങൾ വാങ്ങിപ്പോയവരെ വീണ്ടും കാണുമെന്നുള്ള ഏഴ് പ്രത്യാശ തന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മകന്റെ മരണവരും അണിഞ്ഞ് അനേകര് ദൂരത്തും ചാരത്തും വന്ന് ആ സമയം ഒരു സമയം വരെയും അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും പ്രാർത്ഥന കൊണ്ട് ശക്തീകരിച്ചതൊക്കെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള ശുശ്രൂഷയിലൊക്കെ ആഭരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷൻ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ കാക്കണമേ. കർത്താവിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെയിരുന്ന് ലോകത്തിന് എടുക്കുവാനും കൊടുക്കുവാനും വയ്യാത്ത ദിവ്യമായ സമാധാനത്താൽ
പ്രിയപ്പെട്ട എന്റെ മകളെയും കുഞ്ഞുങ്ങളെയും ക്രിസ്തുയേശു കാത്ത് താൻ പ്രിയം വെച്ച കർത്താവിലായിരിക്കുമ്പോൾ വീണ്ടും കാണുമെന്നുള്ള ഏറിയ പ്രത്യാശയോടെ ഈ പിതാവിന്റെ നല്ല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ വളരുവാനും സഹായിക്കണമേ. ഞങ്ങളെ പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോയാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് നല്ലിച്ചത് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആഹാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. ഇതോടെ നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. സകല ബുദ്ധിയെയും കവിയുന്നതാണ് ദൈവത്തിന്റെ സമാധാനം. ദൈവത്തെയും അവന്റെ പുത്രൻ നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതവാദനം സംവാദനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്ത് പ്രിയപ്പെട്ട മകന്റെ വേർപാട് ദുഃഖത്തിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ക്രിസ്തീയ പ്രത്യാശകൾ നിലനിർത്തുകയും തുടർന്നുള്ളതാണ് ശുശ്രൂഷകൾ നിന്റെ ശുശ്രൂഷയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഭവനത്തിൽ വെച്ചുള്ള ആദ്യഭാവം ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്നു. നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ കാണാനുള്ള ആളുകൾക്ക് വന്ന് കാണാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഇതുവരെയും പാർത്തു വന്ന ഭവനത്തിന് യാത്ര പറഞ്ഞ് ജോണിച്ചാൻ ദേവാലയത്തിലേക്ക് പോകുന്നത് കൊണ്ട് യാത്ര പറയാനുള്ള അവസരമാണ്. എന്റെ ചുംബനം നൽകി യാത്ര പറയാനുള്ള അവസരമാണ്. ദേവാലയത്തിൽ ചില സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. കാണാനുള്ള ആളുകൾക്ക് വന്ന് കാണാനുള്ള അവസരം. അവിടെ വഴി കൊടുക്കണേ. ഇങ്ങനെ അങ്ങ് പോട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ. കൊടുക്കാനാണോ? യാത്ര
കാണാനുള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബാംഗങ്ങൾ ചുമതല നൽകാനായി.
ഞാനും ഇല്ലല്ലോ പൊടി എടുക്കുക ആണെങ്കിൽ പിള്ളേരുടെ